അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇനി ട്രിവാൻഡ്രത്ത് പോകാൻ പോവാം. 2 ആഴ്ചത്തേക്കൂടെ ഇവിടെ ചില്ലിങ് ആയിരുന്നു, ഫുൾ ചില്ലിങ്. അപ്പോൾ ഇനി അവസാനം ഇപ്പോൾ എയർപോർട്ടിലാണ്. എന്ത് ഭംഗിയെന്നുണ്ടോ, സോ ഗുഡ്. പാസ് കിട്ടി. ഇനി നമ്മൾ നമ്മുടെ വെയിറ്റിംഗ് സ്ഥലത്തോട്ട് പോവാണ്. എന്ത് ഭംഗിയല്ലേ സർ. നമ്മുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ബോർഡിംഗ് ഗേറ്റിലോട്ടേക്ക് പോവാം. ഇപ്പം തന്നെയാണോ? ഇപ്പം തന്നെയാണ് ബോർഡിംഗ് തുടങ്ങി. അപ്പോൾ ഇനി കയറിയിട്ട് അകത്തുള്ള വ്യൂ കാണാം. നമ്മളിനി നമ്മുടെ പ്ലെയിനിലോട്ട് കയറാൻ പോവാം. എന്ത് ഫോട്ടോ എവിടെയൊക്കെ നിൽക്കണ്ടേ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്തിനാ നമ്മള് പെട്ടെന്ന് ട്രിവാൻഡ്രം പോണെന്ന്. എന്താന്ന് വെച്ചാൽ നാളെ വാപ്പയും ഉമ്മയും ഹജ്ജ് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലോട്ട് വരിക. ഹായ് ഹലോ ഗൈസ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു വ്ളോഗായിട്ട് ഞാൻ വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴും പ്ലാൻ ചെയ്യും എന്തെങ്കിലും വ്ളോഗൊക്കെ എടുക്കണമെന്ന്. ഇപ്പോൾ ഏതായാലും സമയം കണ്ടില്ലേ, 11:15 എന്നാണ് സംഭവം. വഴി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സമയം 11:15. ഇപ്പോൾ വണ്ടി കയറിയിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ഇന്ന് 2 ഗസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി എനിക്കാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. ഓ നോ, കണ്ടോ വണ്ടിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോരാത്തതിന് ഇവിടെ സൈഡിലും ഇൻഡിക്കേറ്റർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ യാത്ര തുടരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ. നല്ല രസമാണ് കേട്ടോ രാത്രി വണ്ടി ഓടിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി വണ്ടി ഓടിക്കാൻ. പക്ഷേ ഉമ്മാക്കും പാപ്പാക്കും ഒട്ടും താല്പര്യമില്ലാത്തതാണ്. എന്താണെന്ന് അറിയില്ല, രാത്രി ഓടിക്കുന്ന കംഫർട്ട് വേറെ ഒരു സമയത്ത് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 2 പേരുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അവരിപ്പോഴൊന്നും ഒരു പുറത്തേക്ക് ഇറങ്ങില്ല, ലഗേജൊക്കെ എടുക്കാണ്ടല്ലോ. അപ്പോൾ ഞാൻ കരുതി ഇവിടെ ഏതായാലും ബീച്ചൊക്കെ ഉണ്ടെന്ന് ആസ്വദിച്ചിട്ട് അവർ വിളിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ബൈ ദ വേ 2 പേര് ആരാന്ന് ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, കുറേ നാളായി ഞാൻ വ്ളോഗ് ചെയ്തിട്ട് മടി കാരണവും പിന്നെ ഉള്ളുവലിയിലൊക്കെ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മ എല്ലാം കൂടെ ചേർത്ത് കൊണ്ടാകാം എന്നാണെങ്കിൽ പറയാം. അപ്പോൾ ഇന്നേതായാലും എല്ലാം സമാഹരിച്ച് ഒരു ക്യാമറ ഫേസ് ചെയ്ത് തന്നെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പഴയ പോലെ ഫ്ലോ കിട്ടോ അല്ലെങ്കിൽ നല്ല രസം ഉണ്ടായിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഇരിക്കട്ടെ. അപ്പോൾ ഏതായാലും കണ്ടിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയണം. പിന്നെ ഇത് മാക്സിമം നല്ല രീതിയിൽ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന നടക്കണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ബീച്ച് ഒന്ന് ആസ്വദിക്കട്ടെ. നല്ല ഇരുട്ടാണ്. പണ്ട് ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ബീച്ചൊക്കെ ഇടിഞ്ഞുകൊണ്ടായിരിക്കും അവിടെ ലൈറ്റ് ഇല്ല. പക്ഷേ ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ വഴിയെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് വഴിയെ നമുക്ക് കണ്ട് നമുക്ക് ആസ്വദിച്ച് അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ്. അപ്പം ഇനി സൽമാൻക്ക് ഇപ്പോൾ വരും. നമുക്ക് ഇനി ഇക്കാക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്സ്? പറയണ്ട, അടിപൊളി. പെട്ടെന്ന് ലൈക്ക് നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള പ്ലെയിനിൽ വന്നു. പക്ഷേ എന്താ അവിടെ നിന്ന് എയർപോർട്ടിലോട്ട് വരുന്നതിൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിൽ എത്തുന്ന സമയം കൊണ്ട് നമ്മളിവിടെ എത്തി, ട്രിവാൻഡ്രത്തെത്തി. ചേട്ടൻ നോബടിക്കും. ഇവരാണ് ഞാൻ പറഞ്ഞ 2 പേർ. എങ്ങനെ ഉണ്ടായിരുന്നു? നീ ബാംഗ്ലൂരുകാരനായ? ഓക്കെ, കേൾക്കാളൂ. ഓക്കെ, ഞാൻ ബാംഗ്ലൂർ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? വലിയ വിശേഷമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. ഫുൾ കറങ്ങി. ദിവസത്തേടെ കുറെ ഫ്രണ്ട്സിനെ ഉണ്ട്. പിന്നെ കുറെ അടിപൊളിയായിരുന്നു. കുറെ ഗുഡ് ന്യൂസ് ഒക്കെ ഉണ്ട്.
യെസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്, റിസാന്റെ കുറെ വിശേഷങ്ങൾ അറിയുന്നുണ്ട്. നിന്റെ വിശേഷങ്ങൾ ഇല്ല, എനിക്ക് വിശേഷമൊന്നുമില്ല. അതെന്താ മോനിസ് നേരത്തെ പറയാത്തപ്പോ എന്റെ ദിവസം എന്നും വിശേഷങ്ങളില്ല. അപ്പൊ എല്ലാം നമ്മള് വഴിയെ ഇത്തിരി നമ്മളെല്ലാം നമ്മൾ ഇൻഷാല്ലാ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പം എത്ര മണി? 12 മണിയായി, കറക്റ്റ് 12 മണി. അപ്പൊ നമ്മൾ ഇനി വീട്ടിൽ പോവാ, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇനിയുള്ള പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി വ്ളോഗ് നമുക്ക് വഴിയെ കാണാം ഗൈസ്. ബൈ ബൈ. അതുവരെ എല്ലാവർക്കും സാർ അവിടെ പട്ടിണിയായിരുന്നു ബാംഗ്ലൂരിൽ. നല്ല സാമ്പാറും ഇഡ്ഡലിയും. എത്ര റൗണ്ട് സാർ? ഫസ്റ്റ് റൗണ്ട്. പക്ഷെ എന്താ പറയുക, ഭയങ്കര വിഷമല്ലേ, രാത്രി ഉണ്ടായിരിക്കും. ലോങ് പ്ലെയിൻ ഡ്രൈവ് അല്ലായിരുന്നാ? എയർപോർട്ടിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചിരുന്നതാ. നോക്കിയപ്പം ബസ് ഡയറക്റ്റ് എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തി നമ്മൾ അകത്ത് കയറി. എന്നിട്ട് ഓർത്ത് നമ്മൾ കഴിച്ചില്ലല്ലോ. അതിന്റെ വിഷപ്പാണ്. ഓക്കെ, എല്ലാവരും ക്ഷമിച്ചോളൂ. ഓക്കെ ഓക്കെ, ബൈ. അങ്ങനെ നീണ്ട 42 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. ഇപ്പം നമ്മൾ മദീനയിൽ നിന്ന് നാട്ടിലേക്ക് പുറപ്പെടാണ്. വെളുപ്പിന് 3:30 മണിയാകുമ്പോഴേക്കും ബസ് താഴെ ഉണ്ടാവും. അപ്പം താഴെ വരാനായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ എല്ലാവരും ഒരേ സമയം തന്നെയാണ് നമ്മൾ വന്നവരെ പുറപ്പെടുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മളുടെ വ്യൂവേഴ്സാണ് ഇതിൽ കൂടുതലുള്ളത്. ഇത് KMCC സംഘടനക്കാരാണ്. KMCC ആണ് നമ്മൾ മദീനയിലും മക്കയിലൊക്കെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മലയാളി സംഘടനയായ OICCയും തനിമയും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെ സേവനം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവിടുത്തെ പറഞ്ഞാൽ അത് സാധിച്ചു തരും. എന്നുവെച്ചാൽ അവര് പ്രതിഫലം ഇച്ഛിക്കാതെയാണ് ഈ ഒരു സേവനം നടത്തുന്നത്. ഒറ്റയ്ക്കല്ല, അവര് കുടുംബമായിട്ടാണ് വരുന്നത്. അതെ അതെ. അസമയങ്ങളിൽ രാത്രിയൊക്കെ പോകുമ്പോൾ 1 മണി 2 മണിയാവും. രാവിലെ 3:30 മണിയാണ്. ഈ മക്കളെയും ഈ ഒരു സേവനത്തിനായിട്ട് അവരെ നിർബന്ധിക്കുന്നതല്ല, അവരും ഇതിലേക്ക് വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇത് മനാഫ്, അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു സേവനത്തിനായിട്ട് സേവനം നടത്തുന്നവരുണ്ട്. അങ്ങനെ ഇപ്പം എല്ലാവരും ബസ്സിൽ കയറാനുള്ള സമയമായി, എല്ലാവരും കയറുകയാണ്. ഇനിയിപ്പം നമുക്ക് നേരെ എയർപോർട്ടിൽ പോകണം. കുറച്ച് നേരത്തെയാണ്, പക്ഷേ ഫ്ലൈറ്റ് 10:30-ക്കാണ്. എങ്കിലും ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് നേരത്തെ പോയി ചെക്ക് ഇൻ ചെയ്യുന്നത് അവർക്ക് സൗകര്യമാണ്. കാരണം ഒരു കാരണവശാലും ആ ഫ്ലൈറ്റ് മിസ്സാവത്തില്ല. അതുപോലെ ഇത് ചാർട്ടേഡ് ഫ്ലൈറ്റാണ്, ഹജ്ജ് ആൾക്കാർ മാത്രം പോകുന്ന ഫ്ലൈറ്റാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ ജനാലയിൽ കൂടി നോക്കിയപ്പോഴേക്കും അടിപൊളി പ്രഭാതം കേട്ടോ. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുന്നേ കാണുന്ന രംഗമാണിത്. എന്തൊരു ഭംഗിയാണ്. അങ്ങനെ ഇപ്പം നമ്മൾ മദീന എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അത്ര അധികം വലിയ എയർപോർട്ടൊന്നുമല്ല മദീന എയർപോർട്ട്. പക്ഷെ നമ്മൾ ഇവിടെ മദീനയിൽ നിന്നാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ലഗേജൊക്കെ എടുത്തു. ഇത് നമ്മുടെ ഖാദിമുൽ ഹജ്ജാജ് നവാസാണ്. നമുക്കൊരു 200 പേർക്ക് ഹാജിമാർക്ക് ഒരു റെപ്രസെന്റേറ്റീവ് എന്ന രീതിയിലാണ്. പക്ഷെ നമുക്ക് കിട്ടിയ ആള് ബെസ്റ്റ് ആയിരുന്നു. അതെ, നവാസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അത്ര അധികം എന്ത് പറയാൻ, അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ മാത്രമേ അറിയൂ. ഈ 42 ദിവസവും നമുക്കൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്തതെന്നാണ് നവാസ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പ് എമിഗ്രേഷനാണ്. അപ്പൊ എമിഗ്രേഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പൊ വിശപ്പുണ്ടായിരുന്നു. അപ്പൊ നോക്കുമ്പോ അവിടെ ഡങ്കിൻ ഡോണറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്കാണെങ്കിൽ ഈ ഇവിടെ വന്നിട്ട് അസുഖമൊക്കെ പിടിച്ചത് കാരണം ഒരു 4 കോഴ്സ് ആന്റിബയോട്ടിക് വരെ എടുത്തു കേട്ടോ. എന്നിട്ടും തൊണ്ടയൊന്നും ശരിയായിട്ടില്ല. അപ്പൊ ചൂട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് നോക്കാന്ന് കരുതി, കാരണം ഇനിയും ടൈം ബാക്കിയുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് പണ്ട് എൻ്റെ മാമി എനിക്ക് കൊണ്ട് തന്ന പെൻസിലൊക്കെയാണ് ഓർമ്മ വരുന്നത്. ആ ടൈപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. കൊച്ചു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പക്ഷെ വിലയുടെ കാര്യത്തിൽ നല്ല കൂടുതലാണ് കേട്ടോ. പുറത്തുള്ളതിൽ നിന്നും നല്ല വിലയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുക്കുമ്പോൾ എങ്കിലും എന്തെങ്കിലും നല്ല, അതായത് ആ ഒരു വിലയ്ക്ക് കിട്ടത്തൊക്കെ ഉണ്ടോ എന്ന് നോക്കാനാണ് ഞാനിതെല്ലാം ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ആ ഒരു പ്രൈസിനായിട്ടൊന്നുമില്ല. കാണാൻ നല്ല ഡോള്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്.
പക്ഷെ എന്നാലും ഇപ്പം ഇങ്ങനെ ടൈമും കുറേ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും നോക്കി ഞാനിങ്ങനെ നോക്കുകയാണ്. പിന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ഇതിൻ്റെ പ്രൈസൊക്കെ. നല്ല രസമുണ്ട് കേട്ടോ, ഓരോന്നും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതാ ഇവിടെ കാണാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. സനമോൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ മക്കത്ത് നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മദീനയിൽ അങ്ങനെ വലിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങൾക്കും ഒന്നും, കാരണം ചില സമയങ്ങളിൽ ഇങ്ങനെ ബസ് അവർ അറേഞ്ച് ചെയ്ത് വിടും, ആ സമയത്തൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കീ ചെയിനൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി അടുത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് നോക്കുമ്പോഴേക്കും അവിടെ ബർഗറിൻ്റെ ഷോപ്പുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കിതൊന്നും കഴിക്കാനായിട്ട് തോന്നത്തില്ല കേട്ടോ. പക്ഷെ ഞാനിവിടെ ബാസ്കിൻ റോബിൻസ് ഒക്കെ കഴിക്കണം എന്ന് നിസാർക്ക് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്ന അന്ന് മുതൽ എനിക്ക് അസുഖം കാരണം ബാസ്കിൻ റോബിൻസ് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ബാസ്കിൻ റോബിൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഈ പുറത്ത് വന്നിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ എയർപോർട്ടാണെങ്കിലും ഒരുപാട് ഫ്ലൈറ്റ് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ നോക്കുമ്പോഴേക്കും ഇത് അടുത്തൊരു ഫ്ലൈറ്റ് പോവാണ്. അപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവർ കളിയാക്കുന്നുണ്ട്, എന്തേ പ്ലെയിൻ കണ്ടിട്ടില്ലേ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ. ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമെന്ന് എഴുതി അവിടെ നിന്നതാണ് കേട്ടോ. അപ്പം പിന്നും കുറേ ടൈം ബാക്കി ഉണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ട് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ടൈമായി. അങ്ങനെ ഇപ്പം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഇത് ചാർട്ടേഡ് ഫ്ലൈറ്റ്, ഹജ്ജുകാർക്കുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റാണ് കേട്ടോ. നമ്മൾ ഹജ്ജുകാർ മാത്രമേ ഈ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടാവത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ വല്ലാതൊരു വിഷമം തോന്നും കേട്ടോ. കാരണം ഈ 42 ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ചല്ലായിരുന്നോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇനിയിപ്പം നമ്മൾ നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും എല്ലാവരും പോവാല്ലേ, അപ്പോൾ അതൊരു വിഷമം തന്നെയാണ്. അങ്ങനെ ഇപ്പം മദീനയ്ക്ക് വിട നൽകി നമ്മളുടെ ഫ്ലൈറ്റ് മുന്നോട്ടെടുക്കുകയാണ്. അതൊരു വല്ലാത്തൊരു വിങ്ങലാണ് കേട്ടോ. ഇവിടെ നിന്ന് പുറപ്പെടുമ്പോഴേക്ക് ഭയങ്കര വിഷമമാണ്. കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവർ ഫുഡ് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവരും നല്ല വിശപ്പിലിരിക്കുകയായിരുന്നു. അപ്പം ഈ ഫുഡ് സത്യം പറഞ്ഞ ഫുഡ് കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മളൊന്ന് ഉറങ്ങിയിട്ടാ. അങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഒന്ന് എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് 6 മണിക്കൂറോളം ഉണ്ടായിരുന്നു അല്ലേ ഫ്ലൈറ്റ്, മദീന ടു കൊച്ചിൻ. അങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ട് എത്തിയപ്പോഴേക്ക് ഇതാ എല്ലാവരും ഇറങ്ങാണ്. ലഗേജൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഹാൻഡ് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ നമ്മുടെ നവാസ് ഭായി നിൽക്കുകയാണ്. അപ്പം ഇനിയിപ്പം ഇവിടെ മാത്രമല്ല, ഇനി നമ്മൾ ബസ് കയറ്റി വിടുന്നത് വരെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിനകത്ത് ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ട് കേട്ടോ. അതിനകത്ത് കൂടാണ് നമ്മളിങ്ങനെ അപ്പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ ഇറങ്ങിയപ്പോഴത്തന്നെ ഫൈസൽ ഭായി നമ്മളെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹജ്ജിന് ഇവിടെ നിന്ന് പോകുമ്പോൾ മക്കത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണോ സ്വീകരണം അതുപോലെ തന്നെ ആയിരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വന്നപ്പോഴേ. ആ ട്രോളിയിലെല്ലാം നമുക്ക് ഓരോരുത്തർക്കുമുള്ള സംസം വെള്ളമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ എത്ര പേരെന്ന് വെച്ചാൽ അവരെ കണക്കാക്കിയിട്ട് സംസം വെള്ളം അതിൽ ഇവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ട്രോളിയിലാണ് ഓരോന്ന് എടുക്കുന്നത് ലഗേജൊക്കെ. പിന്നെ നമുക്ക് വേണ്ട ചായ, സ്നാക്സ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവർ അവിടെ കരുതിയിട്ടുണ്ടായിരുന്നു. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് ആ ട്രോളിയിൽ സംസം വെള്ളം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവരുത് എന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അല്ലേ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. യൂസഫ് ഹാജിയാണ് നമ്മളെ ഡിസ്ട്രിക്ട് ട്രെയിനറാണ്. പുള്ളിയുടെ സേവനം ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. അങ്ങനെ ഒരു വാക്കിലൊന്നും തീരുന്ന ആളല്ല. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതും അല്ലാതെ തന്നെ നമ്മുടെ ഫ്രണ്ട്സാണ് ഇപ്പം മുന്നോട്ടേക്ക് പോയത്. അപ്പം ഇങ്ങനെ ഓരോരുത്തരും പിന്നെ ഈ ഹജ്ജിന് പോയപ്പം ഞാൻ കണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരുപാട് നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ ഇത് കൊടുത്തത്. പക്ഷെ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മളുടെ ലഗേജൊക്കെ അവർ തന്നെ എല്ലാം എടുത്ത് വെച്ച് തന്നു. അങ്ങനെ ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ബസ്സിലേക്ക് പോവാണ്. ഇനിയിപ്പം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബസ്സിൽ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് വരും. ട്രിവാൻഡ്രംകാർക്ക് പ്രത്യേകം ബസ്സുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ തിരുവനന്തപുരംകാരുടെ ബസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇരുന്നു, നമ്മുടെ ലഗേജ് എല്ലാം വെച്ചു. അത് ചുരുക്കം പറഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. ഏകദേശം രാത്രി ഒരു 9:30 മണിയൊക്കെ ആയപ്പോഴേക്ക് നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരിച്ചു. അപ്പം ഇനി ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ബസ്സിൽ തന്നെ യാത്രയുണ്ടല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്നു കഴിയുമ്പോഴേക്ക്
ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലപ്പുറമാണ്. ഹായ് ഗൈസ്, അങ്ങനെ സമയം 3:15 ഏയ് നീ അറിയില്ലേ, നമ്മൾ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. പാവം മോള് ഉറക്കമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങണം. ഇപ്പം എവിടെയാണ് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എവിടെ പോകണ്ടു? നമ്മൾ വീണ്ടും കുറച്ച് ഗസ്റ്റിനെ കൂട്ടാനായിട്ട് അവൾ പോവാണ്. ആ ഗസ്റ്റ് ആരാന്നൊക്കെ നമുക്ക് വഴി നമുക്ക് നോക്കാം അല്ലേ? പാവൻ്റെ മോള് ഉറക്കമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു, ഉറങ്ങിപ്പോയി. അവസാനം ഗസ്റ്റ് തന്നെ എന്നെ വിളിച്ചുണർത്തേണ്ടി വന്ന് വരുന്നില്ലേ ചോദിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് വഴിയെ അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. റോഡ് മൊത്തം കാലിയാണല്ലോ. ഈ സമയത്ത് തന്നെ എന്തോന്നു ബസ് എത്തി. ബസ് നമ്മൾ ഓൺ ടൈം തന്നെ എത്തി. ഓരോരുത്തരുടെ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പം തന്നെ എൻ്റെ തൊണ്ട ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ. കാരണം അവിടെ മിനയിലെത്തിയപ്പോൾ മുതൽ എനിക്ക് അസുഖം വന്നതാണ്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് കുറഞ്ഞിട്ടില്ല. ഞാൻ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മാറും എന്നുള്ള ആ ഒരു ഇതിൽ മുന്നോട്ടേക്ക് പോയി. പക്ഷേ ഇത് കൂടിയതല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഹജ്ജൊക്കെ റാഹത്തായിട്ട് നടന്നു. പക്ഷേ മിനയിലെത്തിയപ്പോഴേക്ക് എനിക്ക് അസുഖം വന്നു കേട്ടോ. പിന്നെ അവിടെ ഡോക്ടറെ കാണിച്ചു, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 4 കോഴ്സ് ആൻറ്റിബയോട്ടിക് ഞാൻ വരുന്നതിനിടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ തൊണ്ട ശരിയായിട്ടില്ല, നല്ല ചുമയുമാണ് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ റിച്ചു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഇവരൊക്കെ നമ്മൾ വരുന്നത് പ്രമാണിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. പക്ഷെ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ നാട് തന്നെ അല്ലേ സമയം? അതെ അതെ. ആ കാണുമ്പോൾ ആ വരുമ്പോഴത്തേക്കുള്ള സുഖം. ഏതായാലും നിന്റെ അസുഖം ഇവിടെ വെച്ചേ പോകത്തുള്ളൂ എന്ന് തോന്നുന്നു. അതെ, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും നമ്മളുടെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, പോയി കണ്ട് നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ മോക്കുള്ള ഹിജാബ് ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ബാഗിൻ്റെ അകത്ത് ഇട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് വെച്ചു കൊടുക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കുഞ്ഞുങ്ങളെ. ഞാൻ മദീനയിലൊക്കെ കണ്ടു കേട്ടോ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ എന്തോ ഒരു ക്യൂട്ടാണ് അവരെ കാണാനായിട്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെ 2-3 കളറിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവളങ്ങനെ ഇരുന്ന് തരുന്നുണ്ട് കേട്ടോ, അല്ലാതെ ഇങ്ങനെ വലിച്ചെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇതിലേത് കളറാണ് അവൾക്ക് ഇട്ടതിൽ ചേരുന്നതായിട്ട് തോന്നിയത്? അപ്പം അതൊക്കെ ഇട്ട്, എനിക്കാണെങ്കിൽ ഈ വോയിസ് ഇല്ലാത്തത് കൊണ്ട് അധികം സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഷൂസ് ഒരുപാട് തിരഞ്ഞ് നടന്ന് കിട്ടിയതാണ് ഈ ഒരു അളവിൽ കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ കരുതിയാണ്. പിന്നെ എടുത്തത് ഇതുപോലെയുള്ള ഹെയർ ബോയൊക്കെയാണ്. ഇതൊക്കെ പെൺപിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. അങ്ങനെ നമ്മളുടെ ഹജ്ജൊക്കെ നല്ല റാഹത്തായിട്ട് കഴിഞ്ഞു. ഇപ്പം അതാ നമ്മൾ വരുന്ന പ്രമാണിച്ച് റിസ്വാൻ ബാംഗ്ലൂരിലായിരുന്നു കേട്ടോ, സുൽത്താൻ്റെ അടുത്ത് അവധിയായതുകൊണ്ട്. അപ്പം വരുന്നത് പ്രമാണിച്ചാണ് സുൽത്താനും റിസ്വാനും കൂടി നമ്മൾ വരുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ എത്തിയത്. ഇപ്പം സലു ഫാബിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇതായിരുന്നു, നമ്മുടെ കുഞ്ഞിനെ കാണുക എന്നുള്ള അതായിരുന്നു. അപ്പൊ അവളിതാ കണ്ടത് സുന്ദരിക്കുട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ. അസ്സലാമലൈക്കും പറഞ്ഞ എല്ലാവർക്കും അസ്സലാമലൈക്കും. എന്തായാലും നമ്മള് എല്ലാം റാഹത്തായിട്ട് നടന്നു ഹജ്ജും ഉംറയൊക്കെ. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് കുറെ അനുഭവങ്ങളുണ്ട്. പക്ഷെ നല്ല രീതിയിൽ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ അറിവ്, ഇപ്പൊ നമുക്ക് എല്ലാം അറിവ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾ യഥാർത്ഥത്തില് നിയത്ത് ചെയ്യുക ഹജ്ജിന് പോകാനായിട്ട്. ഹജ്ജിന് നിയത്ത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പടച്ചവനെ സ്വീകരിക്കും. അത് ചെയ്യാനായിട്ട് എളുപ്പ വഴിയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ഹജ്ജ് ക്ലാസ്സും ടെക്നിക്കൽ ക്ലാസ്സും ഒക്കെ ഉണ്ട്. അതിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളെ അനുഭവ സമ്പത്തും കൂടെ നിങ്ങൾ അടുത്ത വീഡിയോയിൽ വളരെ ചുരുക്കി പറയുന്നതായിരിക്കും.
അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. അപ്പൊ അത് നമ്മൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാം. അതെ, അതെന്തായാലും നിങ്ങൾ ഓരോരുത്തർക്കും വരുന്ന ഹജ്ജിന് പോകുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ നമ്മളുടെ അനുഭവത്തിലൂടെ കണ്ട കാര്യങ്ങളും നടന്ന കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറെ ദിവസം മിസ്സായി അല്ലേ? ഒരുപാട് 42 ദിവസമാണ് നമ്മൾ ഇതൊന്നും മാറി നിന്നത്. അപ്പൊ അതിൽ കൂടുതൽ ദിവസം നമ്മൾ അതിനു മുന്നേ തന്നെ വീഡിയോസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നല്ലോ. പിന്നെ ഇതിനിടയിൽ പലരും ഇങ്ങനെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്താ നാട്ടിൽ വന്നോ എന്നൊക്കെ. ഇങ്ങനെ ഞാൻ നാട്ടിൽ വന്നപ്പോ ഓരോരുത്തർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാണ്. അത് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടിട്ട് പോയ വീഡിയോസ് ആണ് നിങ്ങളിലേക്ക് എത്തിയിരുന്നത്. പിന്നെ സലു എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ സലുവിന്റെ കാര്യം പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സലു ഇപ്പം ഇവിടെ വർക്ക് ചെയ്യാണ്. 3 മാസമായി. അതെ, വർക്ക് ചെയ്യാണ്. അത് ഒരു സന്തോഷ വാർത്തകളുണ്ട്, നടന്നാൽ അത് പറയാം. കാര്യം ഞാന് അല്ല, നടന്നിട്ട് പറയാം ഇൻഷാല്ലാ. ഏത് കാര്യമായാലും അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാൽ ഇത്ര 3 മാസം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ല, അതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ സലു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇപ്പൊ പറയണ്ടോ കുറച്ചൊന്ന് ഇതാകട്ടെ എന്ന്. അവൻ ഉദ്ദേശിച്ചതുപോലെ അവന് നല്ല ഒരു ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഇനിയും നമ്മളുടെ കുടുംബത്തിന് ഉണ്ടാവണം. അപ്പൊ ഇനിയിപ്പം അധികം ദൈർഘിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.